ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ കാലത്ത് എണീറ്റു കേട്ടോ. ഇപ്പോൾ സമയം 6:30 കേട്ടോ. ഞാൻ ശരിക്കും ഒരു 5 മണിയായപ്പോൾ തന്നെ എണീറ്റു. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സൺറൈസ് കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം. ഈ മലമ്പ്രദേശത്ത് രാവിലത്തെ ആംബിയൻസും ഉച്ചത്തെ ആംബിയൻസും രാത്രിയത്തെ ആംബിയൻസും എല്ലാം ഡിഫറെൻ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ ടെൻറ്റ് എന്തായാലും നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോയിട്ടൊന്ന് വരാവേ. വെയിൽ വന്നിട്ടില്ല കേട്ടോ, സൺറൈസ് അങ്ങോട്ട് ആയിട്ടില്ല. ഇപ്പം നല്ല വിൻ്റർ ആയതുകൊണ്ട് 6:45 6:40 ആവട്ടെ സൺറൈസിന് ആവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാത്റൂം കേട്ടോ. വാഷ് ബേസിൻ ഉണ്ട്, 3 ഷവറുണ്ട്, 2 ടോയ്ലറ്റ് ഉണ്ട്. നമ്മളുടെ ടെൻറ്റിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അരുവിയുടെ സൈഡിലായിട്ട് നമ്മളുടെ എന്താ പറയുക ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരാളെ കാണുന്നില്ല. നോക്കിയപ്പോഴാണ് എന്താ പരിപാടി, വൈകിട്ടത്തേക്കുള്ള ക്യാമ്പ് ഫയറിനുള്ള ചുള്ളിക്കമ്പുകൾ സെറ്റപ്പ്. നമ്മുടെ വില്ലേജ് സ്റ്റോറിയിലൊക്കെ കാണിക്കില്ലേ, ഞങ്ങൾ അതുപോലെ ഒരു ആള് പറഞ്ഞ നോക്കിയേ ചുള്ളിക്കമ്പൊക്കെ ആയിട്ട് രാത്രി കത്തിക്കാൻ വേണ്ടിട്ട്. അതിന്റെ കൂട്ടത്തിലിട്ടോ വീക്ക്, അതിന്റെ കൂട്ടത്തിലിട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് രാത്രി ഇന്നലെ വൈകിട്ട് ടെന്റ് കെട്ടിയപ്പോൾ തന്നെ കെട്ടിയിട്ടതാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഓടിക്കളിച്ച് ഒരു 10 പ്രാവശ്യം ഇവിടെ ഉണ്ടാവും. ലാസ്റ്റ് ബേബി കൊണ്ട് ചുണ്ട് പൊട്ടി. അങ്ങനെ എന്നാൽ കയർ അവിടെ ഉണ്ടെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിയിട്ടേക്കുന്നതാണ് അവിടെ. അങ്ങനെ നമ്മളുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായ തിളച്ച് നല്ല അരുവിയുടെ ആംബിയൻസിൽ നമ്മളങ്ങനെ ചിക്കൻ ഫ്രാങ്ക്സ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിട്ട് പുഴുങ്ങിയെടുക്കുക. ഇത് നമ്മുടെ ഹോട്ട് ഡോഗാണ്. നല്ല സൂപ്പർ കട്ടൻ ചായ റെഡി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റാപ്പ് ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ബർഗർ സോസും ഒഴിച്ച് പിന്നെന്താ ഹോട്ട് ഡോഗും വെച്ച് കഴിക്കുവാണേ. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. ഹെലികോപ്റ്റർ ടെർമിനൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. കേറിക്കൊണ്ടിരിക്കുവാണേ. ഡോൾഫിൻ ഷോ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അടിപൊളിയാണ്, സൂപ്പറാണ്. അങ്ങനെ നമ്മൾ ലബിയത്താനിൽ കയറാൻ വേണ്ടി പോവാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വുഡിന്റെ റോളർ കോസ്റ്റർ ആണ്. ഫുള്ള് വുഡാണ് സ്ട്രക്ചർ കേട്ടോ. നല്ല സൗണ്ടാണ് റോളർ കോസ്റ്റർ പോകുമ്പോഴത്തേക്ക്. നമ്മൾ ഇതിനകത്താണ് കയറാൻ വേണ്ടി. കൈ തൊട്ടോ ആർക്ക് ബേയിലേക്കാണ് കയറാൻ വേണ്ടി. ബേബി ഷാർക്കിനെ കണ്ട? ബേബിക്കോ ഇഷ്ടപ്പെട്ടാ? കുഞ്ഞി പെൻഗിൻ ഫ്രഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ അങ്ങോട്ട് അങ്ങനെ സീ വേൾഡ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ അക്കോമഡേഷൻ, അതായത് നമ്മുടെ ടെൻറ്റിങ് സൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയായിരുന്നേ.
അപ്പോൾ നമുക്ക് എന്താ ക്യാമ്പ് ഫയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നോക്കുമ്പോൾ നല്ല ഉണക്കത്തടികൾ കിടക്കുന്നേ. നമ്മൾ പറ്റാവുന്നിടത്തോളം നമ്മൾ എടുത്ത് വണ്ടിയുടെ മേലിലിട്ടു. നമുക്ക് ഇത് വെച്ച് വേണം നമുക്ക് ഇന്ന് ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടിനകത്തൂടെയുള്ള ഒരു വഴിയായിരുന്നേ. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാര്യം നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ വല്ല പാമ്പോ വല്ല ചാടി വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം സേഫ് ആയിരുന്നു, ദൈവം അനുഗ്രഹിച്ച്. അടിപൊളി. നമ്മൾ രാത്രി ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വടികൾ അല്ലെങ്കിൽ തടികൾ സംഘടിപ്പിച്ചു വിടാം. ട്രീസാണ് കംപ്ലീറ്റ് കാണിച്ചു തരുന്നത്. എൻ്റെ കണ്ണൊന്നും പിടിക്കുന്നില്ല വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ. ട്രീസ് കംപ്ലീറ്റ് കാണിച്ചു തന്നത് നല്ല ഷാർപ്പ് ഐസാണ് എന്തായാലും. നമ്മൾ സീ വേൾഡിൽ നിന്ന് എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴി നമ്മൾ ബണ്ണിങ്സിലും കെ മാർട്ടിലൊക്കെ ഒന്ന് കയറിയിട്ടാ. കെ മാർട്ടിൽ നിന്ന് അത്യാവശ്യം ചില്ലറ ഷോപ്പിങ്, പിന്നെ ബണ്ണിങ്സിൽ നിന്ന് ഒരു അത്യാവശ്യം പവറുള്ള ഒരു ലൈറ്റ് വാങ്ങി, LED ലൈറ്റാണ് വാങ്ങി കേട്ടോ. ഇതുകൊണ്ട് രാത്രി 11 മണിയാണ്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും. ഈ ഏരിയ ഫുള്ള് ഡാർക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കി അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, അടിപൊളി ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളുടെ വണ്ടി ഇവിടെ നിന്ന് തുടങ്ങി കണ്ടോ, ഇത്ര ഏരിയയിലേക്ക് ലൈറ്റ് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ ഇടാനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വരുന്ന വഴിക്ക് നമ്മളുടെ ഈ സ്ഥലത്തേക്ക് വരുന്ന വഴിക്ക് പെറുക്കിയെടുത്ത മരങ്ങളാണേ. എന്നിട്ട് വരുന്ന വഴിക്ക് ഈ വലിയ കമ്പുകളൊക്കെ എല്ലാം വണ്ടിയുടെ മേലെടുത്തിട്ടു, എന്നിട്ട് ഇങ്ങോട്ട് എത്തിച്ചതാണേ. നമ്മൾ മേടിക്കാൻ വേണ്ടി ഇരുന്നാണ്. നമ്മൾ കോൾസി കയറി മേടിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ശ്രീലങ്കക്കാരൻ്റെ ചേട്ടനെ കണ്ടേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ തടി മേടിക്കുന്ന, ക്യാമ്പ് ഫയർ ആണെങ്കിൽ നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ മരം കിട്ടുന്നു. അങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ ഇഷ്ടംപോലെ മരം കിട്ടിയപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഞങ്ങൾ കത്തിക്കാം. അതെ, പിള്ളേർക്ക് രണ്ടുപേരും തണുത്തിട്ട് അവർ രണ്ടുപേരും പുതപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ കറി ആയിരുന്നു ചൂടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സെയിം ചിക്കൻ കറി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവായിരുന്നേ. ചിക്കൻ കറി ചൂടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ റൈസ് നമ്മളിപ്പോൾ തന്നെ ചൂടാക്കും. വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഓക്കെ, ഇലക്ട്രിക്കൽ റൈസ് കുക്കർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇത് കണ്ടോ അവിടെ വെച്ചിട്ടുണ്ടേ. അതിൻ്റെ അകത്ത് റൈസ് ചൂടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഈ ലൈറ്റിന് $50 കേട്ടോ. അതായത് $49 ആയത്. അല്ലാതെ നമുക്ക് ചെറിയ ലൈറ്റെല്ലാം ഉണ്ടായിരുന്നു, $20 എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇനിയും നെക്സ്റ്റ് ടൈം വീണ്ടും ക്യാമ്പിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റും വെള്ളവും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള സംഭവമാണല്ലോ. പക്ഷേ ഇതിനേക്കാളും പവർ കൂടിയതുണ്ട്. അത് വാങ്ങിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് അത് പിന്നെ എക്സ്പെൻസീവിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് $50 നമ്മൾ ഒതുക്കി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫയർ ലൈറ്റേഴ്സ് കേട്ടോ. അതായത് ഈ ഒരു കട്ട മെഴുകിൻ്റെ പോലെ തന്നെ ഇരിക്കും, പക്ഷേ മണ്ണെണ്ണയുടെ സെയിം സ്മെല്ലാണ്. അപ്പോൾ ഇത് കത്തിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കത്തുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ കത്തിക്കൊള്ളുവേ. ആ ലൈറ്റർ ഇവിടെ വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ അല്ലെങ്കിൽ അതൊന്ന് കത്തിച്ചു കൊടുക്കുക ചെറുതായിട്ട്. അങ്ങനെ നമ്മൾ നല്ല ആംബിയൻസിൽ ഇരുന്ന് ചിക്കൻ കറിയും ചോറും പിന്നെ എന്തായിരുന്നു കോളിഫ്ലവർ ഉലത്തിയത് തോരനോ. ഓക്കെ, അപ്പോൾ കിടിലൻ സെറ്റപ്പ്. ചിക്കൻ കറി അത് അങ്ങനെയാണല്ലോ, മസാലയൊക്കെ എല്ലാം ഒന്നുകൂടെ പിടിച്ചു. പിന്നെ ഈ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ആദ്യമേ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതെ, തൊട്ടപ്പുറത്ത് അരുവിയുണ്ട്. പക്ഷേ അവിടെ ഇപ്പം വെളിച്ചമില്ലാത്തത് കൊണ്ട് നമുക്കിപ്പം പാത്രം കഴുകൽ സേവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ 2 പാത്രത്തിൽ കഴിക്കാന്ന് വിചാരിച്ചു. നമ്മൾ മാഷ്മെല്ലോ ചൂടാക്കി കഴിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ, ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. അതായത് മാഷ്മെല്ലോ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ കനലിലേക്ക് ഇങ്ങനെ വെക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം ബാർബിക്യൂ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ക്യാമ്പ് ഫയർ എന്തായിക്കോട്ടെ, ആ കനലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് കത്തുപിടിച്ച് എന്നിട്ട് ഇങ്ങനെ കഴിക്കുന്നു. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ കഴിക്കുന്നതാണ് ആൾക്കാർ. പക്ഷെ അതായത് ഒരു കുറച്ച് സൈഡ് കരിഞ്ഞിട്ടുണ്ടാവും, ആ കരിഞ്ഞതിൻ്റെ കയ്പ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും. മാഷ്മെല്ലോ മധുരമാണല്ലോ. ഒരു സൈഡ് പേപ്പറൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മാഷ്മെല്ലോവും
ഇതുപോലെ ചെയ്ത് അതും കൂടി ചെയ്യാമെന്നുള്ള വിചാരിച്ചപ്പോഴത്തേക്കും മഴ വന്നിരുന്നു. അപ്പം പിള്ളേരെ അകത്തേക്ക് തെറ്റിട്ട് അകത്തേക്ക് കയറ്റി. എന്നിട്ട് നമ്മളിവിടെ നിന്ന് നേരി മഴ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ നിന്ന് മാഷ്മെല്ലോ കത്തിച്ച് പിള്ളേർക്ക് അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പം എന്തായാലും കിടക്കാൻ സമയം രാത്രി 12 മണിയോ എന്തോ ആയി, 12 എന്തോ ആയി. അപ്പം ഇനി നെക്സ്റ്റ് നേരെ കിടക്കുക. എന്നിട്ട് നാളെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ബൈ. പിള്ളേർക്ക് കൊടുക്കാതെ പിള്ളേരോട് 2 പറഞ്ഞിട്ട് ഇവിടെ 4 ഉണ്ടായിരുന്നു. സൂപ്പർ കട്ടൻ ചായ റെഡി.